നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇപ്പോൾ ഈ വ്ളോഗർമാരുടെ കാലമാണിപ്പോൾ. ഒരുപാട് വ്ളോഗർമാരുണ്ട്. അപ്പോൾ പലരും ഓരോ സ്ഥലത്ത് പോയിട്ട് അവരുടെ അനുഭവങ്ങളും യാത്രാക്കുറിപ്പുകളും എല്ലാം ഇപ്പോൾ വ്ളോഗിലൂടെ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത് വന്ന ഒരു വാർത്തയിൽ ജ്യോതി മൽഹോത്ര ഒരു 3 മാസം മുൻപ് കേരളത്തിൽ വരെ എത്തി കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ഉള്ള ദൃശ്യങ്ങൾ അവർ പകർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അവരിപ്പോൾ പാകിസ്ഥാൻ ചാരപ്രവൃത്തി ചെയ്തു എന്ന് ആരോപണങ്ങളുണ്ട്. അത് എത്രത്തോളം വാസ്തവമുണ്ട് അതിൽ? യഥാർത്ഥത്തിൽ ഈ 13 ആളുകളെ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പട്ടാള ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ചാരപ്രവൃത്തി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ആളാണ്. അവരുടെ മതപരമായിട്ട് തന്നെ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നു. അതായത് ഈ ജ്യോതി മൽഹോത്രയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവരെ പിടിച്ചപ്പോൾ ഒരു സംഘിയെ പിടിച്ചിരിക്കുന്നു, രാജ്യത്തിന് നേരെ നീളുന്നത് സംഘിയുടെ ചാരപ്പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ 13 പേരിൽ ഒരു ഹിന്ദു മാത്രമാണ് ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം. മുസ്ലിം സമുദായക്കാരുണ്ട്, സിഖ് സമുദായക്കാരുണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. അവരെ ഒന്നും ചർച്ച ചെയ്യാതെ ഈ ജ്യോതി മൽഹോത്രയെ മാത്രം ചർച്ച ചെയ്ത് അവരെ സംഘിയാക്കി മാറ്റാനുള്ള ശ്രമം ഇതിനിടയിൽ കൂടി നടക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു അർബൻ നക്സൽ ലിബറൽ, അതായത് ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് ആണ് ഇവർ കൊണ്ടു നടക്കുന്നതെന്നാണ് നമുക്ക് പല അന്വേഷണങ്ങളിലൂടെ മനസ്സിലാവുന്നത്. ഇനി ഇതിനെ ചേച്ചി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, അതായത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ചാര സംഘടനയുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ തെളിവ് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരെ എന്തുകൊണ്ടാണ്, അതായത് ഒരു വ്ളോഗിംഗ് എന്ന് പറയുമ്പോൾ ഉൾനാട്ടുകളിലൂടെ വ്ളോഗ് നടത്തി പോകുന്ന സമയത്ത് പെട്ടെന്ന് ആരും തന്നെ എന്ത് ചെയ്യത്തില്ല, സംശയിക്കത്തില്ല. ഇപ്പം ഞാൻ ഒരു കാര്യത്തിന്, ഇപ്പം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ക്യാമറയിൽ തൂക്കിപ്പോയാൽ ആരും സംശയിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വ്ളോഗിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സംശയിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൻ്റെ പുറത്താണ് ഇവരെ തന്നെ തിരഞ്ഞെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോയത്? പാകിസ്ഥാനിൻ്റെ മിലിറ്ററി ഏജന്റുമായിട്ട് ഇവരെന്തിനാണ് ബന്ധപ്പെട്ടത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. മാത്രമല്ല, ജ്യോതി മൽഹോത്ര പലപ്പോഴായിട്ട് ചൈന സന്ദർശനം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 തവണയാണ് ഇവർ ചൈനയിലോട്ട് പോയത്. ചൈനയിലെ ആളുകളുമായിട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്താണ് ചൈനയിൽ ഇവർക്ക് ലക്ഷ്യം, എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ യാത്ര ഉദ്ദേശം? ഇതൊക്കെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാകിസ്ഥാനെ സഹായിക്കുന്നത് ആരാണ്? ചൈനയാണ്. അതുപോലെ തന്നെ തുർക്കിയുമാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള പണം, അതിൻ്റെ സോഴ്സ്, ഇതൊക്കെ എന്താണ് ഇപ്പം സംശയത്തിൻ്റെ നേരിലാണുള്ളത്. സംശയത്തിൻ്റെ നേരിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പലതരത്തിലുള്ള വിവരങ്ങളും ഇവർ ചോർത്തി നൽകിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവർ കേരളത്തിലെത്തിയത് കൊച്ചിയിലാണ് ഇവർ വന്നത്. ആദ്യം കൊച്ചിയിൽ വന്നു, പിന്നീട് കോഴിക്കോടെത്തി, കോഴിക്കോട് നിന്ന് കണ്ണൂരെത്തിയ സമയത്ത് അവർ കണ്ണൂരിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കാൻ എന്ന വ്യാജേനെ കണ്ണൂരിലെത്തുകയും, പക്ഷെ കണ്ണൂരിൽ ഇവർ പോയത് ഒരു തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത് ഇപ്പം കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. അതൊക്കെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് നമുക്ക് കരുതാം. പക്ഷേ അവർ പോയ സ്ഥലമാണ് വളരെ പ്രാധാന്യമുള്ളത്. ഏഴിമല നാവിക അക്കാദമി എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂരിലെ നമ്മുടെ ആർമിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇവർ ഈ പറയുന്നത് പോലെ ഈ തെയ്യം കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. അവിടെ നിന്ന് അവർ ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുത്തു, വീഡിയോകൾ എടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇവർ ഏഴിമല നാവിക അക്കാദമിയുടെ അടുത്ത് തന്നെ പോയിട്ട് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കൊണ്ട് ചിത്രം പകർത്തിയത്, ക്യാമറ വഴി ഇവരുടെ ഈ ഉൾനാടുകളിലെ വഴികൾ പകർത്തിയത്? ഇതൊക്കെ വലിയ സംശയത്തിൻ്റെ നേരിലാണ്. മാത്രമല്ല, ഇവർ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഏരിയകൾ, അതായത് ഇപ്പോൾ വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ തുറമുഖങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം പോയിട്ടാണ് ഇവർ വ്ളോഗ് ചെയ്യുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ട് ട്രാവൽ വിത്ത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ ഇവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് പല ഇവരെടുത്തിലുള്ള കാര്യങ്ങൾ ഇവർ ഇട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ലാപ്ടോപ്പ് അടക്കം, അതായത് കമ്പ്യൂട്ടർ അടക്കം അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുക്കുകയും അത് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിയത് പല കാര്യങ്ങളും കോപ്പി ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ വന്നിട്ടില്ല. അപ്പോൾ ആർക്കാണ് ഇവരത് കോപ്പി ചെയ്ത് അയച്ചിട്ടുള്ളത്? ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം എന്ന് പറയുമോ, നമ്മുടെ രാജ്യത്തോട് കൂറില്ലാതെ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്ന നിലപാടിൻ്റെ
ചാരപ്പുറത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ചാരപ്രവൃത്തി നടത്തുന്നത്. പക്ഷെ അവിടെയും ഈ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ട്രാവൽ വ്ളോഗുമായി ബന്ധപ്പെട്ട് വലിയ സംശയം തോന്നിയ ഒരു പ്രേക്ഷകൻ ഇവരുടെ അടിയിൽ ഒരു കമൻ്റ് ഇട്ടു. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഇവരെ ശ്രദ്ധിക്കണം, ഇവർ ഉഡായിപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ്. യഥാർത്ഥത്തിൽ ആ കമൻറ്റ് അതേപോലെ സത്യമായി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് ഒരുപക്ഷെ പോകുമായിരുന്നില്ല. അതെന്തോ അവരുടെ വീഴ്ചയോ കാര്യങ്ങളോ ആയിരിക്കാം. പക്ഷേ ഈ ജ്യോതി മൽഹോത്ര മാത്രമല്ല, ഇതുപോലെ 12 ആളുകൾ വേറെയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് അടക്കമുള്ള, അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ചാരപ്രവർത്തനത്തിന് വേണ്ടി നിന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് പല സമയങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ കാര്യമാണ് കുറേയധികം ഹിന്ദു നാമധാരികളുടെ പേരുകൾ വെച്ചുകൊണ്ടിതാ ഇവരൊക്കെയാണ് രാജ്യത്തിനെതിരായിക്കൊണ്ട് ചാരപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ സംഖ്യകളാണ്. അതായത് ഹിന്ദു ആയാൽ സംഖ്യയാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് വലിയ ചോദ്യമാണ്. ഹിന്ദുവായ എല്ലാവരും സംഖ്യയല്ല. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന, പലതരത്തിലുള്ള ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത്, ഈ പറഞ്ഞ പേരുകൾ മുഴുവൻ നമ്മൾ ഫാക്ട് ചെക്ക് നടത്തിയ സമയത്ത് ഇതെല്ലാം കള്ളപ്പേരുകളായിരുന്നു. കള്ളപ്പേരുകളാണ് ഈ ഹിന്ദു പേരുകളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്നിട്ട് ആ ഹിന്ദു പേരുകൾ എടുത്തുകൊണ്ട് ഇവരെല്ലാം തന്നെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ സക്സസ് ആയ ആ സമയത്താണ് ഇത് കൂടുതൽ പുറത്തേക്ക് വന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് ആ സമയത്താണ് ഇത് പുറത്തു വന്നത്. ആ സമയത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിക്കൊണ്ട് രാജ്യത്ത് വിഭജനം നടത്തുന്നത് സംഘികളാണ്, നിങ്ങൾ തന്നെ ഈ ചാരപ്രവർത്തനം നടത്തി, നിങ്ങൾ തന്നെ കൊല്ലാക്കൊല ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒക്കെ ഇത് ഷെയർ ചെയ്തു. പ്രമുഖരെന്ന് ഞാൻ പറയുന്നത് പൊളിറ്റിക്സിലെ ആൾക്കാരല്ല, മറ്റു പല ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ശുദ്ധമായ തട്ടിപ്പും ഇല്ലാത്ത കാര്യവുമാണ്. അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിടിച്ചത് 13 പേരെ മാത്രമേ ഉള്ളൂ. 13 പേരെയാണ് ഈ അടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പേര് മാത്രമാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഒറ്റ കൊടുക്കുന്നത് എത്രത്തോളം ഒരു മോശമാണല്ലേ ചേച്ചി, എന്താ തോന്നുന്നത്? അതെ, ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഈ രാജ്യസ്നേഹം, ദേശീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന പല പോസ്റ്റുകളിലും പല വാർത്തകൾക്കും കീഴെ രാജ്യവിരുദ്ധ കമന്റുകൾ ഒരുപാട് നിരവധിയാണത് വരുന്നത്. പക്ഷെ അതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? അതെ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ രാജ്യത്ത് ഈ അടുത്ത് ഞാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി നടന്ന ചർച്ചകളിലൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. പക്ഷേ സ്വാതന്ത്ര്യം കൂടിപ്പോയതിൻ്റെ പല പ്രശ്നങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ്. പല ആളുകൾക്കും തോന്നിയ അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൂടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ, RSS ഭരിക്കുമ്പോൾ ഫാസിസമാണ്, BJP ഫാസിസത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ BJP ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ഇടുന്നത്. ഇതിനൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല കാര്യം. ഇപ്പം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ BJPയെയോ ഒക്കെ രാഷ്ട്രീയപരമായി വിമർശിക്കുന്ന കാര്യമല്ല പറയുന്നത്. പകരം രാജ്യവിരുദ്ധമായ പല ഭീകരമായ കാര്യങ്ങളുമാണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ മുന്നിട്ട് നടത്തിയ ഒരു ആക്രമണമാണ് ഇതെന്നും ഇതിന്റെ പുറകിൽ സംഘികളാണ് പ്രവർത്തിച്ചത് എന്നുള്ള ഏറ്റവും വലിയ പ്രസ്താവന ഇവിടെയുള്ള പല ആളുകൾ നടത്തിയില്ലേ, പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെ, അത് പ്രചരിപ്പിച്ചു. അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ അത് സക്സസ് ആയതിനു ശേഷം ഈ ഒരു സക്സസ് BJPക്ക് വീണ്ടും രാഷ്ട്രീയപരമായി അവർ ഉപയോഗിക്കും എന്ന് ആശങ്ക പ്രകടിപ്പിച്ച നേതാക്കന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, CPM ഈ പറയുന്ന പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്തു. ഇത് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കത്ത് കൊടുത്തു. പക്ഷേ ഈ ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം, നയിക്കാൻ ഒരു നേതാവുള്ള സമയത്ത് തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ആദ്യം ഇവർ പറഞ്ഞു യുദ്ധത്തിനെതിരാണ്, യുദ്ധം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, യുദ്ധം ഒരാളുകളെ മൊത്തം ഇല്ലാതാക്കും. ശരിയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തിരിച്ചടി കൊടുക്കേണ്ടതുപോലെ കൊടുക്കുകയും ചെയ്തു. മാന്യമായി ഒരു രാഷ്ട്രം പുലർത്തേണ്ട എല്ലാ മാന്യതയും പാലിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാണ്, അല്ലാതെ പാകിസ്ഥാനെ പോലെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ അവർ പറഞ്ഞ സമയത്ത് നമ്മൾ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തു. അപ്പോൾ നേരെ തിരിച്ചായി, അയ്യോ ഇതുവരെ നിങ്ങൾ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന ആളുകൾ ഇതാ മോഡിയുടെ പരാജയം, യുദ്ധമില്ല. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് RSS മോദിയും മാത്രമാണ്. ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുഹാചിത്രങ്ങൾ, അതായത് അവരേതോ അമ്പലത്തിൽ പോയ ഗുഹാചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇതാണ് യുദ്ധം
യുദ്ധമുഖത്തെ ഇന്ദിരാഗാന്ധി ഇതാ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല, അവരാരെയും നമ്മളാരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എന്താണ് പല യുദ്ധം നടന്ന സമയത്തും പാകിസ്ഥാൻ നമ്മൾ പരാജയപ്പെടുന്ന സമയത്തും ആ പരാജയപ്പെട്ടതിന് ശേഷം നമ്മുടെ വിജയം അവരുടെ കാൽക്കൽ തന്നെ കൊണ്ടുപോയി വെച്ച് POK പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലം അവരുടെ കാൽക്കലേക്ക് കൊണ്ടുവച്ച് കൊടുത്തത് ആരാ? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ ഭരണ നേതൃത്വമല്ലേ? അതിന് പല ആളുകൾക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നെഹ്റു അങ്ങനെ ചെയ്തു, പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഇന്ദിരയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ ഉൾപ്പെടെയുള്ള പല ആക്രമണങ്ങൾ, അതായത് മുംബൈ ഭീകരാക്രമണം നടന്നു, കോയമ്പത്തൂർ സ്ഫോടനം നടന്നു, അതിനുശേഷം ഒരുപാട് ആക്രമണങ്ങൾ നടന്നു. മുംബൈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഒബാമ എന്ന് നിലവിളിക്കുകയല്ലാതെ നമ്മൾ ഒരു തിരിച്ചടി കൊടുക്കാൻ നമ്മൾ നിന്നോ? കാരണം ഭയമായിരുന്നു. പക്ഷെ ഇവിടെ മോദി അതല്ല ചെയ്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് BJP ഏത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ റോഡ് വരുന്ന സമയത്തും മറ്റു കാര്യങ്ങളെല്ലാം വരുന്ന സമയത്തും ഇതെല്ലാം എൻ്റെതാണ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്നവർ യുദ്ധത്തിന്റെ കാര്യം മാത്രം വരും. അതൊന്നും വിശ്വസിക്കരുത്, ഇതൊന്നും അങ്ങനെയല്ല, പാകിസ്ഥാനുള്ളവരെല്ലാം നല്ലവരാണ്, ഒരിക്കലും മതത്തിന്റെ പേരിലല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇവിടെ ഒരു തൊട്ടപ്പുറത്ത് നമ്മുടെ എറണാകുളം ജില്ലയ്ക്കകത്തുള്ള സ്വരാജ് ഈ യുദ്ധത്തിനെതിരായിക്കൊണ്ട് വലിയ സങ്കടം പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ തൊട്ടുപ്പുറത്തെ മണ്ഡലത്തിൽ ഒരു ആൾ മരണപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇടാൻ ഈ സ്വരാജ് തയ്യാറായില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായില്ല. അതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഈ ഇരട്ടത്താപ്പിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്.